ഏർപ്പെടുത്തിയിട്ടും ഒറ്റപ്പാലം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പുതിയ പാലം നിർമ്മാണത്തിനിടെ റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നെങ്കിലും നഗരത്തിൽ മണിക്കൂറുകളോളം നീളുന്ന വാഹനനിരയാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടെ പാർശ്വഭിത്തിക്ക് സമീപം റോഡിൽ വീണ്ടും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരേപോലെ ആശങ്കയിലാക്കുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പുതിയ പാലം നിർമ്മാണത്തിനിടെ പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെയാണ് ഒറ്റപ്പാലം നഗരം കുരുക്കിലായത്. അപകടാവസ്ഥ കണക്കിലെടുത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അടിയന്തര യോഗം ചേരുകയും വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്നും മംഗലത്ത് നിന്നും തിരിച്ചുവിടാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച മുതൽ ക്രമീകരണങ്ങൾ നിലവിൽ വന്നെങ്കിലും ബുധനാഴ്ച നഗരത്തിൽ കണ്ടത് കിലോമീറ്ററുകളോളം നീളുന്ന വാഹനക്കുരുക്കാണ്. മംഗലത്തും വാണിയംകുളത്തും ഉൾപ്പെടെ പ്രധാന കവലകളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും പൊരിവെയിലിൽ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥരും പാടുപെടുകയാണ്. സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം സമയം തെറ്റിയാണ് സർവീസ് നടത്തുന്നത്. വാണിയംകുളത്ത് നിന്നും മംഗലത്ത് നിന്നും മുരുക്കുംപറ്റ വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും പല വാഹനങ്ങളും ചുനങ്ങാട് റോഡ് വഴി വീണ്ടും ഒറ്റപ്പാലം ടൗണിലേക്ക് തന്നെ എത്തുന്നതാണ് കുരുക്കുമുറുകാൻ പ്രധാന കാരണം. അതേസമയം പാർശ്വഭിത്തി ഇടിഞ്ഞ ഭാഗത്ത് റോഡിൽ വീണ്ടും വിള്ളലുകൾ കണ്ടത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നിലവിൽ ഇടിഞ്ഞ ഭാഗത്തെ കോൺക്രീറ്റിംഗ് ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇനി 2 ഘട്ട കോൺക്രീറ്റിംഗ് കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇത് പൂർത്തിയായാൽ മാത്രമേ ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാകൂ. അതുവരെ ഒറ്റപ്പാലം നഗരത്തിലെ ഈ ദുരിതയാത്ര തുടരേണ്ടി വരും. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.